കുമ്പള ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നഗരം കേന്ദ്രീകരിച്ച് മൂന്നാംഘട്ട ശുചീകരണം നടത്തി. കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്ര വാർഷികോത്സവവുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണവുമായി ഇവർ മുന്നിട്ടിറങ്ങിയത്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് കുമ്പളയിലുണ്ടായ മാലിന്യങ്ങൾ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെയും CPIM കുമ്പള ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചു. കുമ്പള ടൗണിനകത്ത് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥയാണുള്ളതെന്നും ഇത് നീക്കം ചെയ്യുന്നതിനും ടൗൺ ശുചീകരിക്കുന്നതിനും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ മുന്നിട്ടിറങ്ങിയതെന്ന് പ്രവർത്തകർ പറഞ്ഞു. ഡിവൈഎഫ്ഐ കാലങ്ങളായി കേരളത്തിനകത്ത് നടത്തിവരുന്നിട്ടുള്ള സന്നദ്ധ സേവനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം കുമ്പളയിലും ഏറ്റെടുത്ത് നടത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി കുമ്പളക്കകത്തുള്ള മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ഏകദേശം 6,000-ലധികം കുട്ടികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും വന്നു പോകുന്ന ടൗണിനകത്ത് മാലിന്യം നീക്കം ചെയ്തതിനു വേണ്ടി കാലങ്ങളായി കുമ്പള പഞ്ചായത്തിനകത്ത് ഒരു തീരുമാനവും അധികൃതർക്ക് കൈക്കൊള്ളാനായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നായിട്ടുള്ളത്. ഇന്ന് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPIM നേതൃത്വത്തിൽ ഇന്ന് ഒരു ജനകീയ ശുചീകരണം എന്ന രീതിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മാസത്തിൽ 2 തവണ ടൗൺ ശുചീകരണം ഡിവൈഎഫ്ഐ കുമ്പള മേഖലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.